16. Mr. Gopal furnished the following data related to the manufacture of a standard product during the month April 2015. ഞാൻ ഇവിടെ തന്നെ ചെയ്യണേ, ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ചെയ്തിട്ട് ചെയ്യാൻ സമയം തരാം. വുഡ് ബി നൈസ്. ഒന്ന് കുറച്ച് രസകരമായ സംഭവങ്ങളിൽ. കോസ്റ്റ് ഷീറ്റ്, റോ മെറ്റീരിയൽ കൺസ്യൂമർ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ഞാൻ പറയാറുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ മീൻസ് എന്താണ്? മെറ്റീരിയൽ കൺസ്യൂമഡാണ് എഴുതാൻ പാടുള്ളൂ. 15,000. ഡയറക്റ്റ് ലേബർ ചാർജും തന്നിട്ടുണ്ട്. എത്രയാ? 9,000. പോരെ, ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് 24,000 ആണ് നമ്മുടെ എന്ത് വരാം? പ്രൈം കോസ്റ്റ് വരാം. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ കോസ്റ്റിൽ? ഇല്ല, പറഞ്ഞുണ്ട്, പറഞ്ഞുതരാം. ഇനി അടുത്തേതാ? ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് എങ്ങനെ കാണാൻ അറിയോ? ഇവിടെ ഫാക്ടറി ഓവർ ഹെഡിനെ കുറിച്ച് എന്തെങ്കിലും തന്നിട്ടുണ്ട്. ഈ 2 ഹിൻഡ് ഫാക്ടറി ഓവർ ഹെഡ് കാണാനുള്ളതാണ്. മെഷീൻ ഹവർ വർക്ക് ചെയ്ത് എത്രയാണ്? 900. മെഷീൻ ഹവർ റേറ്റ് എത്രയാണ്? 5. ഈ മെഷീനൊക്കെ എവിടെ വർക്ക് ചെയ്യുക? ഫാക്ടറി. ഓക്കെ അല്ലേ? ആ ഫാക്ടറി ഓവർ ഹെഡ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ? മെഷീൻ ഹവേഴ്സ് ഇൻറ്റു മെഷീൻ ഹവർ റേറ്റ്. മെഷീൻ ഹവേഴ്സ് 9,000 ഇൻറ്റു 900 എത്ര വരും? 4,500. സോറി, 900 അല്ലല്ലോ, 9,000 ഇൻറ്റു ഏതാണ്? സോറി, 9,000 അല്ല, 900 ആണ്. സോറി, ഇതെടുത്ത് ഞാൻ 900 ഇൻറ്റു ഏതാണ്? 5 എത്രയാണ്? 4,500. ഓക്കെ, ദെൻ അടുത്ത്. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി വർക്കിംഗ് പ്രോഗ്രസ് ഇല്ല. അപ്പോൾ ആഡ് ചെയ്ത 28,500. ഇതാണ് നമ്മുടെ ഏത് വരാം? വർക്ക് കോസ്റ്റ് വരാം. ആഡ് ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞുള്ളത്? 28,500ൻ്റെ 20%. അങ്ങനെ പറഞ്ഞുള്ളത് എത്ര വരും? 28,500ൻ്റെ 20%, 5,700. ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും അല്ലേ? എത്ര വരും? 34,200. ഓക്കെ, ഗ്രേറ്റ്. ഇനി ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുള്ളത്? 17,100. അതിൽ എത്ര യൂണിറ്റ് വിറ്റിട്ടുള്ളൂ? 16,000. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇല്ലേ? 17,100 പ്രൊഡ്യൂസ് ചെയ്തിട്ട് 16,000 വിറ്റ് എന്ന് പറയുമ്പോൾ 1,100 യൂണിറ്റ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതേതാണ്? ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ശേഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഉണ്ടോ? ഇല്ല. എന്ത് ലെസ് ചെയ്യാം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇത് കാണാമെന്നല്ല നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്താ? ലോജിക്കലി നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 34,200 ഈ 34,200 പറയുമ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ? 17,100. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര യൂണിറ്റാണെന്നാണ് പറഞ്ഞത്? 17,100 16,000 വിറ്റു എന്ന് പറയുമ്പോൾ 1,100 പക്ഷെ നമുക്കിവിടെ 1,100 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ എമൗണ്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ പഠിച്ച്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു അൺസോൾഡ് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എത്രയാ? 34,200 ഡിവൈഡഡ് ബൈ 17,100 ഇൻറ്റു എത്ര? 1,100. എത്ര വരും? 2,200. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ലെസ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ പേരെന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലടാ? എത്ര വരും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 32,000. ഇത് എത്ര യൂണിറ്റ് ഉള്ളതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ? 16,000 അല്ലടാ, കോമൺ സെൻസ് അപ്ലൈ ചെയ്തൂടെ? 17,100ൻ്റെ കോസ്റ്റാണ് 34,200. അതിന് ഏതിന് ഈക്വലായിട്ടുള്ള കോസ്റ്റ് കുറച്ചു? 1,100. അപ്പോൾ ഇനിയുള്ള 32,000 എത്ര യൂണിറ്റിനുള്ളതാണ്? 16,000. ആഡ് ഏതാ? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതിവിടെ രസമായിട്ടാണ് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്?
സെല്ലിങ് ഓവർ ഹെഡ് 0.50 പെർ യൂണിറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, 17,100 മുകളിലാണോ കാണാം 16,000 മുകളിലാണ്? വിറ്റേനല്ലേ സെല്ലിങ് വരുള്ളൂ. അപ്പോൾ 16,000 ഇൻറ്റു എത്രയാ 0.50 എത്ര വരും? 8,000 വരും അല്ലേ? ടോട്ടൽ ചെയ്താൽ 40,000 എന്ത് വരും? ടോട്ടൽ കോസ്റ്റ് വരും. ആഡ് പ്രോഫിറ്റ്. പക്ഷെ അറിയാം, എന്തറിയാം? സെയിൽസ് എത്ര യൂണിറ്റാണ് സെയിൽ ചെയ്ത്? 16,000. എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്ത്? 4 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? 60. ഓക്കെ, 24,000 രൂപ എന്ത് വരും? പ്രോഫിറ്റ് വരും. ഓക്കെ അല്ലേ? പക്ഷെ ക്വസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ചുകൂടി രസമുള്ളതാണ്. പറയട്ടെ, കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ കാണാം കോസ്റ്റ് പെർ യൂണിറ്റ്? കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ എന്താ? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് അടിച്ചാൽ പോരെ. ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 40,000 ഡിവൈഡ് ബൈ എത്ര യൂണിറ്റാണ് നിങ്ങൾ വിറ്റത്? 16,000 അല്ലേ? എത്ര വരും? 2.5. അടുത്തേതാ? പ്രോഫിറ്റ് പെർ യൂണിറ്റ് സോൾഡ്. ഓക്കെ അല്ലേ? ബി പ്രോഫിറ്റ് പെർ യൂണിറ്റ് എങ്ങനെ? പ്രോഫിറ്റ് എത്ര ഉള്ളത്? 24,000 അല്ലേ? ഡിവൈഡഡ് ബൈ എത്ര അടിച്ചാൽ മതി? 16,000 അടിച്ചാൽ പോരെ. എത്ര വരും? ഇനി അടുത്ത എന്താ? ബിയിൽ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ടതാ. പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. പറയേണ്ട ആവശ്യമില്ല, എന്നല്ലേ 24,000. ഓക്കെ, അപ്പോൾ എക്സാമിനത് ഒരു MCQ ഒക്കെ ചോദിക്കും. സ്പെഷ്യലി നമ്മൾ ഇന്നലെ കണ്ട ബാക്ക്വേർഡൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് മിസ്സിങ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.